രുചിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടില് പേരുമായിട്ട് സാമ്യമുള്ള എന്നാൽ കറിയുമായിട്ട് യാതൊരു സാമ്യമില്ലാത്തൊരു ഡിഷാണ്. മറ്റൊന്നല്ല, ഇതിന്റെ പേര് സാമ്പാറിയ എന്നാണ്. സാമ്പാറിന് നമ്മുടെ നാട്ടിലെ ഒരു ഡിഷ് ഉണ്ട്, പക്ഷെ സാമ്പാറുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത ഒരു തന്നെ. പേരുണ്ട് മാത്രമേ ഉള്ളൂ സാമ്യം, പക്ഷെ കറി ഉണ്ടോ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഒരു സാമ്യം ഇല്ലാത്തൊരു ഡിഷാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്, സാമ്പാറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പാറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കത്തിരിക്ക, പഞ്ചസാര, കടലമാവ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കടുക്, ജീരകം, ഉലുവ, വെളുത്തുള്ളി, നാരങ്ങനീര്, ഉപ്പ്, കായം, എണ്ണ. ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കാം. നമുക്ക് ആദ്യം കുക്കിംഗ് ഹാഫ്, പിന്നെയാണ് കട്ടിങ് ആൻഡ് ചോപ്പിംഗ് വരുന്നത്. സോ ആദ്യം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് മൊത്തത്തിൽ വേണ്ടത്. പക്ഷെ ആവശ്യത്തിന് കുറച്ച് കൂടുതലും ഓയിലി ആൻഡ് സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിലി എടുക്കാം. പക്ഷെ ഇപ്പൊ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ എടുക്കാം. ഏകദേശം 1 സ്പൂൺ എണ്ണ എടുത്ത് വെക്കാം. എണ്ണ ഒന്ന് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിൽ 2 സെക്ഷനായിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനാണ് ഇത്, ആദ്യത്തെ കുക്കിംഗ് ആണ്. ഇത് പേസ്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ രണ്ടാമത്തെ സെക്ഷനുണ്ട്. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കുക്ക് ചെയ്യാം. എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് കടലമാവ്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചന പൗഡർ, അതായത് കടലമാവ് 2 ടേബിൾ സ്പൂൺ ഇട്ടു. മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി അതൊന്ന് ഫ്രൈ ആയി കടലമാവിന്റെ മണം മാറിയപ്പോൾ വെളുത്തുള്ളി, നാരങ്ങ നീര്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ആ മിക്സ് ചെയ്ത ടഫാണ്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ മറ്റൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞ നെട്ടുള്ള കത്തിരിക്കയാണ് നമുക്ക് വേണ്ടത്. കുഞ്ഞു കത്തിരിക്കയാണ്. ഇതിന് നമ്മൾ നെട്ട് മാറ്റാണ്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നാലോ ആറോ എട്ടോ പീസോ ആക്കാം. പക്ഷെ ഇത് നെട്ടിന്ന് വിട്ടുപോകാതെ ഇങ്ങനെ പോലെ തന്നെ ഇരിക്കണം. ഇത് തന്നെ അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് തന്നെ ഇരിക്കണം.
എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ കട്ട്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. നല്ല ബലമുള്ളതാണെങ്കിൽ ഇങ്ങനെ 6 ആയിട്ട് കട്ട് ചെയ്യുക. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോലെ അങ്ങനെ തന്നെ ഹാങ് ചെയ്തിരിക്കണം. ഈ പൊസിഷനിൽ എല്ലാം കട്ട് ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഒത്തിരി വാടിപ്പോയ കത്തിരിക്കാണെങ്കിൽ നമുക്ക് അത്ര നന്നായിട്ട് കിട്ടില്ല, ചുളുങ്ങിപ്പോവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള കത്തിരിക്ക എടുക്കുക. അപ്പം നല്ല ബലമായിട്ട് നല്ല റിജിഡായിട്ട് നിൽക്കും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചേർക്കാത്ത 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് കായം, ഒരു നുള്ളു കായം മതി. കുറച്ച് കായപ്പൊടി ചേർക്കണം. കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. കായപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കാത്ത ഒരു വിഭവം കൂടെ ഉണ്ട്, പഞ്ചസാര. 1 സ്പൂൺ മതി. ഒത്തിരി പഞ്ചസാര വേണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടി മാത്രം. ഇതിലേക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച് ഈ ഒരു കോമ്പിനേഷൻ എല്ലാം കൂടെ ചേർക്കുകയാണ്. ഇത് മസാല ഫ്ലോർ എന്ന് പറയാം. നമ്മൾ ആ കടലമാവിൻ്റെ അകത്ത് എല്ലാ മസാലയും ചേർത്ത് വെച്ചിരുന്നതായിരുന്നു. ഒന്ന് ഹീറ്റ് ചെയ്ത് റെഡിയാക്കി. നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് സെക്ഷൻ ഓഫ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി 3-ാം ഘട്ടം എന്ന് പറയില്ല, ഒരു കഴിഞ്ഞൊരു ഘട്ടം വന്നിട്ടുണ്ട്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. നമുക്ക് വേണമെങ്കിൽ സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രൈയിങ് പാനിൻ്റെ വലിയ പാൻ എടുക്കുന്നേ ഉള്ളൂ. പാൻ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഇത് മസാല പറ്റുമെങ്കിൽ പുരട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ കുറേ കൂടെ അത് ഊറി ആ കത്തിരിക്കയിലൊക്കെ നല്ലതായിട്ട് മസാല അങ്ങ് പിടിക്കും. അതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. നേരത്തെ ഫ്രൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പാൻ ചൂടായി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം.
ആദ്യം തന്നെ എൻ്റെ നല്ല കത്തിരിക്കയുടെ നല്ല വയലറ്റ് കളറൊക്കെ മാറി കുറച്ചൊരു ബ്രൗണിഷ് ആവും, പിന്നെ ഒരു ഓറഞ്ച് മാതിരി ഷെയ്ഡ് വരും. കംപ്ലീറ്റ് അതിങ്ങനെ ഹീറ്റ് ആവുന്നതനുസരിച്ച് ഡയറക്ഷൻ മാറ്റി കൊടുത്തോണ്ടിരിക്കുക. എല്ലാ വശത്തും ഒരുപോലെ നന്നായിട്ട് വേവാനായിട്ട്. വളരെ ലോ ഹീറ്റിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അകത്തിരിക്കുന്ന മസാലയൊക്കെ നല്ല ക്രിസ്പിയായിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ഈ കത്തിരിക്കയിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് പിടിക്കും. എല്ലാ ഫ്ലേവറും കറിയും നിറവും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ. ഒരുപാട് ക്രിസ്മസ് ആവശ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് നിറമൊക്കെ മാറി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാണ് നോർത്തിൽ സാമ്പാറിയ. സാമ്പാറല്ല, സാമ്പാറിയ എന്ന് പറയുന്ന ഒരു കത്തിരിക്കയുടെ സ്റ്റഫ്ഡ് ഫ്രൈ ആണ്. ഇത് 3 ഘട്ടമായിട്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. ചപ്പാത്തിയുടെ ബെസ്റ്റ് റെക്കമെൻഡ്.